നമസ്കാരം. മോളി ആൻറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാം ചോദിച്ചു, കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ പേപ്പറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെൻ്റെ ടു ഡു ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തുവാണ് ഈ ടു ഡു ലിസ്റ്റ്? കുറേ ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കെട്ടിയോനിട്ടേച്ച് പോയാലും പിള്ളേരിട്ടേച്ച് പോയാലും നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വായും പൊളന്നിരിക്കും. കാരണം നമ്മൾ എണീക്കുന്നതേ ചോറും കറിയും വെക്കാനാണ്. അപ്പം എന്തിനാണ് ചോറും കറിയും വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്കല്ല, നമുക്ക് അതിൻ്റെ കാര്യമില്ല. നമ്മൾ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കും. പക്ഷേ നമ്മളെ വീട്ടിലുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോറും കറിയും വയ്ക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അന്തമില്ല. നമ്മളിനി എന്തോ ചെയ്യണം, എന്തിന് ജീവിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കും. അങ്ങനെ ഒരു അന്തം വിടിയിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു സ്വഭാവ ഗുണം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവരൊക്കെ നമ്മളെ ഇട്ടേച്ച് പോവാം. അപ്പം നമുക്ക് ജീവിക്കാനൊരു ടു ഡു ലിസ്റ്റ് വേണം. അതുകൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത്. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവരെ എനിക്കിഷ്ടമല്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെ എനിക്ക് കണ്ണിന് കണ്ടുകൂടാം. ഓക്കെ, എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ഇന്ന് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, അത് 5 കുറ്റി ഗോതമ്പ് പുട്ട് പുഴുങ്ങി. എൻ്റെ വീട്ടിലുള്ള മക്കൾക്കായാലും കെട്ടിയോനായാലും അടുക്കള അലർജിയാണ്. അപ്പോൾ ഞാൻ തന്നെ അത് ചെയ്തേ പറ്റത്തുള്ളൂ. 5 കുറ്റി ഗോതമ്പ് പുട്ട് പുഴുങ്ങി വെച്ചു. അതിനകത്ത് മക്കളാണെങ്കിൽ തനി എടുത്ത് തിന്നോളും. പക്ഷേ ഭർത്താവ് അങ്ങനെയല്ല. അങ്ങേര് 10-60 വയസ്സായി. ഇപ്പോൾ ഏതാണ്ട് IAS കളക്ടർ ആവാനെ കൊണ്ട് കോച്ചിങ്ങിനൊക്കെ ഉള്ള പോലത്തെ ഒരു സ്വഭാവമാണ് അങ്ങേര് കാണിക്കുന്നത്. അങ്ങേര് സിറ്റ് ഔട്ടിൽ ചെന്നിരുന്നൊരു പത്രവും ഉണ്ടെങ്കിൽ ഇരിക്കും. ആ പത്രവും കൊണ്ടങ്ങ് ഇരുന്നാൽ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതങ്ങ് ഒരു സൈഡിൽ നിന്ന് ബാക്കിലോട്ട് വായിക്കുക. ബാക്ക് വരെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വായിക്കുക. നടുക്കത്തെ പേജിൽ നിന്ന് മുന്നോട്ട് വായിക്കുക. നടുക്കത്തെ നിന്ന് ബാക്കിലോട്ട് വായിക്കുക. വായിച്ചത് തന്നെ പിന്നെ വായിക്കുക. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാൾക്കാണെങ്കിൽ പച്ചച്ചിങ്ങം പഴത്തിനകത്ത് ഇളക്കി കൊടുത്താൽ മാത്രമേ അങ്ങേര് ഗോതമ്പ് പുട്ട് തിന്നത്തുള്ളൂ. ഗോതമ്പല്ലാതെ ഒരു ആഹാരവും വേണ്ട. അങ്ങേര് ജനിച്ചപ്പോഴേ ഒരു ഗോതമ്പ് തീനിയാണ്. ഉച്ചയ്ക്കാണെങ്കിൽ ചപ്പാത്തി. അങ്ങനെ ഒരു വല്ലാത്തൊരു സ്വഭാവമാണ്. എനിക്ക് അറിഞ്ഞൂടെ, വളർത്തിപ്പാഴാക്കി കളഞ്ഞല്ല, അതെന്തിന് പറയാം. ഞാൻ ചവച്ചിറക്കിയ അങ്ങേരെ വയറ് തീർക്കുമായിരുന്നെങ്കിൽ അങ്ങേര് അതും കൂടെ എന്നെ കൊണ്ട് ചെയ്യിച്ചാണ്. എന്തൊരു ചെയ്യാം. 18 വയസ്സിലുള്ള ഒരു പരിപാടിയായിരുന്നു. വീട്ടുകാരെല്ലാം കൂടെ ഉറപ്പിച്ച് അമ്മ ഒരു കരച്ചിലായിരുന്നു. അച്ഛന് ആൾക്കാരെ കൊണ്ടുവന്ന് കുറച്ച് മാമന്മാരും എല്ലാവരും കൂടെ വന്ന്. സത്യം പറഞ്ഞാൽ അന്ന് നടന്നത് ഒരു ബിഗ് ബോസ് നാടകമായിരുന്നു. എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത ഒരു ബിഗ് ബോസ് നാടകമായിരുന്നു അന്ന് എൻ്റെ വീട്ടിൽ പെണ്ണ് കാണലെന്നും പറഞ്ഞ് നടന്നത്. ചുരുക്കി പറയാം, ഇങ്ങനെ സിനിമ ഡയലോഗായിരുന്നു അന്ന് എന്നെ പറഞ്ഞ് വീഴ്ത്തിയെന്ന്. 1000-ന്റെ പിന്നമ്പുറത്ത് വെച്ച് ചെറുക്കൻ പെണ്ണ് സംസാരിക്കുന്ന പരിപാടിയൊക്കെ അന്ന് തുടങ്ങുന്ന സമയം. അന്ന് അവിടെ നിന്ന് പറഞ്ഞ് നിന്നെ പോറ്റിക്കോളാം, അതാണ് ഇതൊക്കെ സിനിമ ഡയലോഗാണെന്ന് ആദ്യത്തെ പ്രസവിച്ച് കിടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോഴാണ് ഞാൻ സിനിമ കാരണം നമ്മൾക്കൊരു അറിവ് വിവരം വെക്കണേൻ്റെ ഒരു 9ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴേ അത് പോയി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. എനിക്ക് അതിൽ ഇപ്പോൾ കുറ്റബോധിച്ചിട്ട് കാര്യവുമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് ഇപ്പോൾ വരച്ച വരയിൽ അവരെ നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ഒക്കത്തുള്ളൂ. അത് ഞാൻ നല്ല വൃത്തിയായ വെടിപ്പുമായിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം അതിന് ശേഷം എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, പാറ വീട്ടിലെ പെങ്കൊച്ചും ഞാനും കൂടെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. തുണി കച്ചവടമാണ്. നൈറ്റിയും ബാക്കിയുള്ളതൊക്കെയാണ്. അവളാണെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ സൈഡ് അടിച്ച് കൊടുക്കാനും ആൾക്കാർ പറയുന്നതനുസരിച്ച് ഓരോന്നൊക്കെ ചെയ്യാനും. കാരണം നമ്മൾ ഇങ്ങനെ ആരെയും താങ്ങിയിരുന്നിട്ട് കാര്യമില്ല. ഇവർ വീട്ടിലുള്ള മക്കളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കാനഡയിൽ പോകണം, ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്. അപ്പോൾ അവരങ്ങനെ പോയി രക്ഷപ്പെടട്ടെ, എനിക്കതിലൊരു വിഷയവുമില്ല. പക്ഷേ സിറ്റ് ഔട്ട് ഇരിക്കുന്ന അങ്ങേരെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അങ്ങേര് വെച്ചുണ്ടാക്കി തന്നിട്ട് ഒരു ഉരുള തിന്നാനുള്ള ഗതി എന്തായാലും എനിക്കില്ല. എനിക്കത് മോഹിക്കാനുള്ള അർഹത പോലും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യേണ്ടതെന്ന് വളരെ വൈകി മനസ്സിലാക്കിക്കൊണ്ടാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ബിസിനസ്സാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി എനിക്ക് പാറ വീട് വരെ പോകേണ്ട കാര്യമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി എൻ്റെ ടു ഡു ലിസ്റ്റിൽ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്, കുറച്ച് രഹസ്യമായിട്ട് പറയാനുള്ള കാര്യം, അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് കിഴക്കേലെ ചെറുക്കൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം.
2500 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് പോയാണ് ഞാൻ സാരി എടുത്തത്. മോളെ കൊണ്ട് വലിയ കാര്യത്തിലൊക്കെ തേച്ച് ഉടുപ്പിച്ച്, അവൾ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചാണ്. അപ്പോൾ അവളെ കൊണ്ട് കാര്യത്തിൽ തേച്ച് ഉടുത്ത് വൃത്തിയായിട്ട് ഞാൻ പോയി. പക്ഷേ എന്തോ ചെയ്യാമെന്ന് പറയാം, ഗീത അവൾക്ക് വലിയ പൈസ ഗുണമൊന്നുമുള്ള വീട്ടിലുള്ളതൊന്നുമല്ല. 350 രൂപയ്ക്കോ 400 രൂപയ്ക്കോ അങ്ങാണ്ട് ഇവിടുത്തെ പെട്ടിക്കടയിൽ നിന്ന് ഒരു സാരി വാങ്ങി. അവൾ പച്ച കളർ സാരി, നല്ല ഒരു പച്ച കളർ സാരിയായിരുന്നു. അത് ഉടുത്തുകൊണ്ട് വന്ന്, ചുരുക്കി പറയാം, വന്നവരും പോയവരും എല്ലാം ഇവളെ സാരി നോക്കുന്നതും അവളെ വിത്ത് ബ്ലൗസ് എവിടെ തച്ച്, ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ആ കടയിൽ ഇനി ചെന്നാൽ കാണുമോ, അങ്ങനെയൊക്കെ ഉള്ള ഓരോ ചോദ്യങ്ങളും. എൻ്റെ ഈ 2500 സാരി അതിലങ്ങ് മുങ്ങി. എൻ്റെ പൈസ പോയത് മിച്ചം. അപ്പം എനിക്കതിൽ നല്ല ഒരു അസ്വസ്ഥതയുണ്ട്. ഇന്നലെ രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. പിന്നെ ഭയങ്കര ഒരു നെഞ്ചരിച്ചിലും വേദന. കാരണം അത്രയും പൈസ മുടക്കി ഞാനത് മേടിച്ചിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി അത് കൊള്ളാമെന്ന് പറഞ്ഞില്ല. കാരണം എന്തുവാ, ഇവൾ ഈ പച്ച സാരി ഉടുത്തുകൊണ്ട് വന്നതുകൊണ്ട്. കാരണം അവൾ അത് ഉടുത്തുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനൊരു ഇത് വരത്തില്ലായിരുന്നു. പോരാത്തതിന് ഞാൻ ആ സാരി ഉടുത്ത് മറ്റേ പുതിയ ട്രാൻസിഷൻ റീൽസ് ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള പരിപാടി, അത് ഞാനിപ്പോൾ പഠിച്ച് അത് ഞാനിട്ട്, ഈ പെണ്ണാണെങ്കിൽ ഗീത, അവൾ ആ റീലിൻ്റെ താഴെ വന്നിട്ട് പറയാണ്, ചേച്ചി 2500 രൂപയ്ക്കൊന്നും ഈ സാരി കൊള്ളത്തില്ല. അതും കൂടെ കൊണ്ട് ഞാൻ തീരുമാനിച്ചു, മക്കളെ, ഇന്ന് ആ പാറ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അവളെ പെരയിടത്തിൽ കൂടെ കയറി വരണം. എന്തായാലും അവൾ സാരി കഴുകാനൊന്നും പോകുന്നില്ല. ഇന്ന് ഇച്ചിരി വെയിലും വെട്ടമൊക്കെ കാണുന്നുണ്ട്. അവൾ എന്തായാലും അടുക്കള വാതുക്കെ അത് വിരിച്ചിട്ടിരിക്കുകയായിരിക്കും. വരുന്ന വഴിക്ക് എൻ്റെ മുന്താണ് ചെറുതായിട്ട് പിടിച്ചൊന്ന് ഒരൊറ്റ കീറണം. അത് കഴിഞ്ഞിട്ടേ എനിക്കൊരു സ്വസ്ഥത കിട്ടത്തുള്ളൂ. എന്നാലേ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ. മനുഷ്യന്മാരായിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ എല്ലാം പോട്ട് അവളെ സാരി കാണാൻ വൃത്തിയുള്ളത് കൊണ്ട് അവരങ്ങനെ, എനിക്ക് എൻ്റെ സെലക്ഷൻ മോശം, എനിക്കത് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ റീലിന് വന്ന് അവൾ കമൻ്റ് ഇട്ട്. എന്തായാലും ഞാൻ ഇന്നലെ കല്യാണത്തിന് ഒന്ന് വിഷമിച്ചാണ് പോയതെന്ന് അവൾക്ക് അറിയാം. അപ്പോൾ അവൾ മനഃപൂർവ്വം എന്നെ കുത്താനെ കൊണ്ട് ചെയ്തതല്ലേ. ഇതിൽ നിങ്ങൾ ഞാൻ ടോക്സിക്കാണ് എന്നൊക്കെ വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ സത്യസന്ധത കൊണ്ടാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ വായിക്കാം. ഇനി എനിക്ക് വന്നിട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും ഉച്ച സമയമാവും, ചോറുണ്ണാനുള്ളൊരു നേരമാവും. ചോറുണ്ടും കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രധാനമായിട്ട് ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എൻ്റെ കൂടെ പഠിച്ച വേട്ടാവളിയും മനോജ്. അവനെൻ്റെ കൂടെ പഠിച്ചതാണ്. പക്ഷേ നമ്മളെങ്ങനെയാണ് വിളിക്കണം, വേട്ടാവളിയിൽ നിന്ന് എന്നാണ് വിളിക്കണം. അപ്പോൾ അവൻ്റെ വീട് വരെ ഒന്ന് പോകണം. അവൻ്റെ പെണ്ണും പിള്ള സുമ, ആ കൊച്ചിന് ക്യാൻസർ വന്നിട്ട് കിടപ്പിലാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെയൊക്കെ എല്ലാ കാര്യത്തിനൊക്കെ നിൽക്കുന്ന വലിയ ഒരു ചാടക്കാരിയാ അവൾ. അത് കഴിഞ്ഞ് നമ്മളെ വാർഡിന് 9ാം വാർഡിലെ മെമ്പറായി. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കിടപ്പിലാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രാമസഭയിൽ വന്നാലും പഞ്ചായത്തിലൊരു കാര്യത്തിന് വന്നാലും ഇവക്കട ഒരു ചാടയും അവളെ കുറേ കോട്ടൺ സാരികളും വണ്ടി മൂട്ടി തിരികൊണ്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷൂ എന്ന് പറഞ്ഞ് പാഞ്ഞ് ഇവിടെ നമ്മളെ കൂട്ടത്തിൽ ഇവിടെ ഉള്ളത് വണ്ടി ഓടിക്കാൻ നല്ലപോലെ അറിയാമെന്ന് നമുക്കാണ്. അവളൊരു പോക്കും വരവും വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരുമ്പോൾ ചേച്ചി നല്ല വാക്കിൽ നല്ല എന്തെങ്കിലും ഒരു വർത്താനം പറയും. അതല്ലാതെ നമ്മളെ എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടാൽ ചേച്ചി അങ്ങോട്ടൊന്നാക്കണോ, നമ്മളൊക്കെ മാക്കനെ നടന്ന് ഈ റോഡിൽ കൂടെ നടക്കും, ചേച്ചി എന്നൊക്കെ എറിഞ്ഞാൽ അങ്ങോട്ടൊന്നാക്ക, അതിൻ്റെ ഒന്നും ഒരു ഇതുമില്ല. എൻ്റെ ഇവിടുത്തെ ഈ പോസ്റ്റിലെ വെട്ടം പോയി കിടന്നിട്ട് ഞാൻ എത്രയോ തവണ അവളെ വിളിച്ചിരിക്കും. വല്ലാത്തൊരു ചാട കേസാണ്. ചുരുക്കി പറയാൻ, ഇന്ന് അവൾ അവിടെ കിടപ്പിലാണ്. അവളെ പോയി ഒന്ന് കണ്ട് അവൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഞാനങ്ങ് ഇല്ലാതാക്കും. എനിക്ക് അവിടെ ചെന്നിട്ട് 2 വർത്താനം പറയണം, മോളെ നീ പഞ്ചായത്തിന് ഉപകരിച്ച് വീട്ടുകാർക്കും എന്ത് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞാ, എന്തൊരു കിടപ്പാ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്കതൊന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്. സംഭവം ഒരു അസുഖം വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെ. അവിടം വരെ എന്തായാലും എനിക്കൊന്ന് പോകണം. 2 വർത്താനം ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെയ്യാനുള്ള ഒരു പണിയെന്ന് പറയുന്നത് കൊച്ചുമണിയൻ്റെ വീട്. കൊച്ചുമണിയൻ്റെ വീട്ടിൽ അവളെ പെങ്കൊച്ച് അവൾ ഇപ്പോൾ 10-21 വയസ്സായി. അവൾക്ക് ഏതാണ്ട് സ്കോളർഷിപ്പ് കിട്ടിയെന്നോ, സ്വിറ്റ്സർലൻഡിൽ പോകാനെ കൊണ്ടുള്ള സ്കോളർഷിപ്പ് പഠിത്തത്തിൻ്റെ വലിയ ഏതാണ്ടൊക്കെ കിട്ടിയെന്നോ, പൈസയോ എന്തോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് അവൾ ഈ വരുന്ന മാസം ഓണത്തിന് മുമ്പ് പോകാൻ നിൽക്കുക. ചുരുക്കം എനിക്ക് അവിടെ ചെന്ന് 2 വർത്താനം പറയണം. എങ്ങാനും അവൾ പോയി അവിടെ ചെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി രക്ഷപ്പെട്ട് ഒരു വീട് വയ്ക്കുകയോ, അവൾ ആ മണിയനും ഭാര്യ നല്ലൊരു വേഷം ഇട്ടുകൊണ്ട് നടന്നാൽ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ത്രാണിയില്ല. എൻ്റെ പൊന്നു കുഞ്ഞ്, നിങ്ങളിനി എന്തൊക്കെ എന്നെ കുറ്റം പറഞ്ഞാലും എനിക്കതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെ കാട്ടി നല്ലൊരു കാറ് വാങ്ങുന്നതോ, കുറച്ചും കൂടെ പൊക്കിയൊരു മതിൽ കെട്ടുന്നതോ,
നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതാണ് ഇങ്ങനെ കഷ്ടപ്പാടും ദുരിതമായിട്ട് അവർ കിടക്കണം. അപ്പോൾ അവർക്കൊരു ഉയർച്ച ഉണ്ടാകുന്നത് എൻ്റെ കണ്ണിന് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ അവിടം വരെ ഒന്ന് പോകും. പോയിട്ട് ഞാൻ പറയും ഇങ്ങനെ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയാൽ അവിടുത്തെ സായിപ്പന്മാരെയൊക്കെ കണ്ടാൽ പിന്നെ പിള്ളേർക്ക് ഇവിടെ വരണ്ട, അവിടെയുള്ള ആരെങ്കിലുമൊക്കെ കെട്ടി വല്ല സായിപ്പും കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങ് ജീവിക്കത്തേ ഉള്ളൂ. അതും അല്ലെങ്കിൽ നാട്ടിൽ വരുവാണെങ്കിൽ തന്നെ അവൾ പറയും കല്യാണം വേണ്ട, കളവാണം വേണ്ട, ചെറുക്കന്മാരെ വേണ്ട, ചെറുക്കന്മാരില്ലെങ്കിലും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ജീവിക്കാനൊക്കും. അങ്ങനത്തെ ഉള്ള വാചകങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയി പഠിച്ചവർക്ക് പിന്നെ വരത്തുള്ളൂ. അത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്നുകിൽ ഞാൻ ഈ അടുത്ത് തന്നെ അവളെ കെട്ട് നടത്തിച്ചിട്ട് പറഞ്ഞ് വിടത്തോള്, അല്ലെങ്കിൽ അവൾ പോകത്തില്ല. അതിനുള്ള തീർപ്പ് എന്തായാലും ഞാൻ ഉണ്ടാക്കും. അല്ലാതെ എൻ്റെ മക്കളുണ്ട് പഠിക്കാൻ വിട്ടുള്ള കാള കളിച്ച് നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ടൊക്കെ പൈസ എല്ലാം കൂടെ എൻ്റെ കുറേ വലിയ മാലയെല്ലാം കൂടെ കൊണ്ട് പണയം വെച്ച് ഞാനിവിടെ കിടന്ന് പൊടിപ്പും ബഹളം ഉണ്ടാക്കി. എന്നിട്ട് അവന്മാർക്ക് രണ്ടിനും ആ പെൺകൊച്ചിനും അത് തന്നെ കാനഡയിലും ഓസ്ട്രേലിയയിലും പോയാൽ മതി, അവരെന്തായാലും പോവും. അതുപോലെ അപ്പുറത്തുള്ളവരും പോണത് എനിക്ക് കുറച്ച് ദണ്ണമുണ്ട്. എനിക്ക് ചെന്ന് പറയാൻ പറ്റത്തില്ല കാനഡയിൽ തണുപ്പാണ്, അവിടെ ഇപ്പോൾ ചൂടാണ്, അവിടെ ഭയങ്കര നല്ല കാലാവസ്ഥയാണെന്നൊന്നും എനിക്ക് അവിടെ ചെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഉള്ളവരും അതുപോലെ പോയേക്കുക. അതിവിടെ നടക്കത്തില്ല. ഒരു വാർഡിനകത്ത് ഒരു സ്വിറ്റ്സർലൻഡിലും ഒരു കാനഡയിലും ഉള്ള ആൾക്കാർ മതി. അത് എൻ്റെ വീട്ടിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ ആജന്മ ശത്രു സുനന്ദയുടെ വീട് വരെ ഒന്ന് പോകണം. അവളെ മോനിപ്പോൾ കല്യാണം കഴിച്ച് മരുമോളൊക്കെ വീട്ടിലുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ തമ്മിലുള്ള ശത്രുതയാണെങ്കിലും സഹകരണമുള്ളതുപോലെയൊക്കെ നമ്മൾ അഭിനയിക്കാറുണ്ട്. അപ്പം അവൾ പിന്നെ കുത്തുവാക്കുകളൊക്കെ പറയാൻ അവളും പിടിക്കുകയാണ്, ഞാനും പിടിക്കുകയാണ്. അപ്പോൾ അവളെ വീട് വരെ ഒന്ന് പോകണം. സുനന്ദയുടെ കുറച്ച് കുറവുകളും കുറ്റങ്ങളൊക്കെ മരുമോക്കും ഓതി കൊടുത്ത് മരുമോക്കടെ കുറച്ച് കാര്യങ്ങളും കുറ്റങ്ങളെല്ലാം കൂടെ സുനന്ദയ്ക്കും പറഞ്ഞു കൊടുത്ത് അവരെ വീട്ടിൽ എന്തെങ്കിലും ഒരു സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് തകർക്കണം. തകർത്തിട്ട് പതുക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പാലുകാരൻ വരേണ്ട ചെറുക്കൻ വരേണ്ട നേരമാവും. പാലുകാരൻ ചെറുക്കൻ തമിഴ്നാട്ടിലുള്ളൊരു ചെറുക്കനാണ്. അവനാണെങ്കിൽ നല്ല ഗുണ്ടുമണിയായിട്ട് ഇരുണ്ട് ഉള്ളൊരു ചെറുക്കനാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു വിഷമം, എല്ലാവരും കളിയാക്കുന്നതിൻ്റെ വിഷമമൊക്കെ അവനുണ്ടായിരിക്കും, അതെനിക്കറിയാം. എന്നാലും അവൻ ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അതിൽ നിന്നും കുറച്ചും കൂടെ കറുത്തിട്ടുണ്ടെന്നും പിന്നെ അവനങ്ങ് തടി കൂടി പോയിട്ടുണ്ടെന്നും എനിക്ക് പറയണം. നമുക്കൊരു മനസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അതിൻ്റെ ടു ഡു ലിസ്റ്റിലൊരു ഒരു വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒരു സംഭവമാണ് അത്. എന്തായാലും ഞാനത് ചെയ്യും. പിന്നെ അതിന് വലിയ പ്രസക്തി ഇല്ല, കാരണം അത് സ്ഥിരം ഞാൻ പറയാറുള്ളതാണ് അവൻ്റെ അടുത്ത്. അപ്പം അത്രയും കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഒരു ടു ഡു ലിസ്റ്റിൻ്റെ മെജോറിറ്റി കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. പിന്നെ സന്ധ്യാസമയത്ത് ചെയ്യാനുള്ള രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അത് കുറച്ചും കൂടി രഹസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ചന്ദ്രമണിയുടെ വീടിൻ്റെ ബാക്കിൽ ജോത്സ്യം തന്നു വിട്ടൊരു തകിട് കുഴിച്ചിടണം. അപ്പം വൈകുന്നേരം അവളെ വീട്ടിൽ തേങ്ങാ വെട്ടുകാരൻ വരുമെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പോയി കഴിഞ്ഞിട്ട് ഉടനെ ആണെങ്കിൽ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേട്ടാലും അവർ വിചാരിച്ചോളും തേങ്ങാ വെട്ടുകാരനാണ്. അവൾ പിന്നെ അങ്ങനെ നോക്കത്തും എടുക്കത്തൊന്നുമില്ല. അപ്പം ആ വീടിൻ്റെ ബാക്കിലോട്ട് ഒരു തകിട് കുഴിച്ചിട്ട് അവരുടെ മൊത്തത്തിലുള്ളൊരു നാശത്തിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ഞാൻ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതിന് ഒരു റിസൾട്ട് ഉണ്ടാവും. ഞാൻ 2 ആഴ്ച നോക്കും. അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ അത് പറയുവാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചൊരു വീഡിയോ നമുക്ക് അതിനെപ്പറ്റി ചെയ്യാം. അതിൻ്റെ റിസൾട്ട് ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം എനിക്ക് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുകളിലത്തെ അമ്പലത്തിലും താഴത്തെ അമ്പലത്തിലും രണ്ടിടത്തുമുള്ള അമ്പലത്തിൽ പോയി ഒരു ക്ഷേത്ര ദർശനം. എൻ്റെ കുടുംബത്തിനും ഈ ലോകത്തിനും എല്ലാവർക്കും ഉള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല. നമ്മളങ്ങനെ ഒരു ആൾക്കാരെ അല്ല, നമുക്ക് അതിൻ്റെ കാര്യവുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നല്ലതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം അറിഞ്ഞുകൊണ്ടൊന്നും നമ്മൾ ആർക്കും ഒരു ദ്രോഹത്തിന് നമ്മൾ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു നന്മയ്ക്ക് വേണ്ടി, നമ്മളെ കുടുംബത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടി എനിക്കൊന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ മഹാദേവനോട്, എൻ്റെ ദേവിയമ്മേ, അവരോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ഒന്നും പറയണം. ഈ കഷ്ടതകളൊക്കെ ഒന്ന് നീക്കാൻ, ഈ ഓരോ അശിടുകളൊക്കെ വീട്ടിൽ നടക്കുന്നതും ചുറ്റുപാടും ഒക്കെ ഉള്ള ഓരോ കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം.
അപ്പോൾ അത്രയാണ് എൻ്റെ ടു ഡു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങളും ലിസ്റ്റുകൾ ഉണ്ടാക്കുക. ലിസ്റ്റിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ഓരോന്ന് ചെയ്തു തീർക്കുക. കാരണം ഇതെല്ലാം നമ്മളെ തലയിൽ കൂടി ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തടുത്ത് പോയി അതും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പുറത്ത് വന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ, പിന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ പിന്നെ അങ്ങോട്ട് പോയി, ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാൽ പിന്നെ അവരെ കോളെടുത്ത് പിന്നെ ഒന്ന് കക്കൂസിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരരുത്. നമുക്ക് എല്ലാത്തിനും ഒരു സമയാസമയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും അതുപോലെ ടിക്കിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ മറ്റേ ചന്ദ്രമണിയുടെ വീട്ടിലെ തകിട് കുഴിച്ചിടുന്ന അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടത് ഞാനൊന്ന് നോക്കട്ടെ. അത് റിസൾട്ട് ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ മാത്രമേ ഞാനത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു തരത്തുള്ളൂ. അപ്പം ബാക്കി എന്തെങ്കിലും ജോത്സ്യനെ കുറിച്ചിട്ടുള്ള ലിങ്കുകൾ കാര്യങ്ങളും ഒക്കെ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഒരു ഭയങ്കര ഒരു നന്ദി. നിങ്ങൾ ബെല്ലൈക്കണൊക്കെ കാര്യമായിട്ട് പരിഗണിക്കുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ മോളി ആൻറ്റിയുടെ ഒരു താങ്ക് യു. ശരി, നന്ദി, നമസ്കാരം.